പെറ്റ്സ് ടോക്ക് ബൈ ഡോക്ടർ ബീനയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പല പെറ്റ് ഓണേഴ്സും ചോദിക്കുന്ന ചോദ്യമായ നായ്ക്കളെ കുളിപ്പിക്കുന്നത് എപ്പോൾ, എങ്ങനെ, എന്തുപയോഗിച്ച്. നാം ഉപയോഗിക്കുന്ന ഷാംപൂ, സോപ്പ് എന്നിവ നായയ്ക്ക് അനുയോജ്യമാണോ? നായയ്ക്കുള്ള ഷാംപൂ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോക്കിൻ്റെ വിഷയം. നമുക്ക് ആദ്യം നായയുടെ കുളിയിലേക്ക് പോകാം. നായ്ക്കളെ ഒരു കാരണവശാലും ദിവസവും കുളിപ്പിക്കുവാൻ പാടില്ല. കാരണം ദിവസവും കുളിപ്പിക്കുമ്പോൾ നായയുടെ ചർമ്മത്തിനും രോമത്തിനും ഇടയ്ക്ക് ജലാംശം തങ്ങി നിന്ന് അത് ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള പല രോഗങ്ങൾക്കും, പല സ്കിൻ ഇൻഫെക്ഷൻസ്, ചർമ്മ രോഗങ്ങൾക്കും അത് കാരണമാകും. അതുകൊണ്ട് ദിവസവും നായ്ക്കളെ കുളിപ്പിക്കുക എന്നുള്ളത് നായ്ക്കളെ സംബന്ധിച്ച് ഏറ്റവും അനാരോഗ്യകരമായ ഒരു പ്രവണത തന്നെയാണ്. നായ്ക്കളെ സാധാരണയായി നാം 2-3 ആഴ്ച കൂടുമ്പോൾ കുളിപ്പിക്കുക എന്നുള്ളതാണ് സാധാരണ നാം അനുവർത്തിക്കേണ്ട കാര്യം. ഇത് തന്നെ എപ്പോഴാവണം നായ്ക്കളെ കുളിപ്പിക്കേണ്ടത്? കഴിയുന്നതും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ വേണം നായ്ക്കളെ കുളിപ്പിക്കേണ്ടത്. രാത്രികാലങ്ങളിൽ നായ്ക്കളെ കുളിപ്പിക്കുവാൻ പാടില്ല. കാരണം രാത്രികാലത്തുള്ള തണുത്ത ജലം പലപ്പോഴും നായയുടെ മേൽ ഒഴിക്കുമ്പോൾ നായയ്ക്ക് അത് പല അസ്വസ്ഥതകളും, ഒരുപക്ഷെ ന്യൂമോണിയ, ശ്വാസം മുട്ടൽ തുടങ്ങിയ പല ശ്വാസകോശ രോഗങ്ങളിലേക്ക് പോലും രാത്രിയിലുള്ള കുളി നിങ്ങളുടെ അരുമമൃഗത്തിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ നായയെ കുളിപ്പിക്കാൻ നല്ലത് എന്നുള്ളത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നായയ്ക്ക് കുളിപ്പിക്കാൻ അധികം തണുത്ത വെള്ളമോ ചൂട് കൂടിയ വെള്ളമോ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സാധാരണ ഊഷ്മാവിലുള്ള ജലം ഉപയോഗിച്ച് നായ്ക്കളെ കുളിപ്പിക്കുക. അവസാനത്തെ വട്ടം വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് നായ്ക്കളെ കുളിപ്പിക്കാവുന്നതാണ്. കഴിയുന്നതും നായ്ക്കളെ കുളിപ്പിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അവയ്ക്ക് ആഹാരം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നായ്ക്കളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നാം അതിനൊരു ടവൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫാൻ ഉപയോഗിച്ചോ ഒക്കെ അവകളുടെ ശരീരം നമ്മൾ ഉണക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഹെയർ ഡ്രയർ പോലുള്ള ഡ്രയേഴ്സ് ഉപയോഗിക്കുമ്പോൾ അമിതമായ ചൂട് ഉണ്ടാവാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അമിതമായ ചൂടുണ്ടായാൽ അത് നായയുടെ ചർമ്മത്തിന് ദോഷമായി വരും. പല രീതിയിലുള്ള രോഗങ്ങൾക്കും അത് കാരണമായി വരാറുണ്ട്. ഇനി നാം അറിയേണ്ടത് ഷാമ്പു ആണോ സോപ്പാണോ, അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന ഷാമ്പു ഡോഗ്സിന് ഉപയോഗിക്കാമോ, നാം ഉപയോഗിക്കുന്ന സോപ്പ് ഡോഗ്സിന് ഉപയോഗിക്കാമോ എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മളെപ്പോലുള്ള മനുഷ്യർ ഉപയോഗിക്കുന്ന സോപ്പോ ഷാമ്പുവോ നായ്ക്കൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല. ഇതിന് കാരണം നായ്ക്കളുടെ ചർമ്മത്തിൻ്റെ pH എന്ന് പറയുന്നത് 6.5 to 7.5 ആണ്. മനുഷ്യരുടേതായ ഷാമ്പൂകൾ എന്ന് പറയുമ്പോൾ അത് ടു അസിഡിക്, അതിലെ അമ്ലാംശം വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അസിഡിറ്റി ഉള്ള അല്ലെങ്കിൽ അമ്ലാംശം കൂടിയിട്ടുള്ള മനുഷ്യരുപയോഗിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ സ്കിന്നിന്, നമ്മുടെ മുടിക്ക് അനുയോജ്യമായ ഷാമ്പൂകൾ നാം നായ്ക്കൾക്ക് ഉപയോഗിച്ചാൽ അത് നായ്ക്കൾക്ക് പല രീതിയിലുള്ള ചർമ്മ രോഗങ്ങൾക്കും അവയുടെ ഹെയർ കോട്ടിന് തന്നെയും ദോഷകരമായി വരും. അതുകൊണ്ട് നായ്ക്കളുടേതായ ഷാമ്പൂകൾ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അത് വരുമ്പോൾ നമുക്കറിയാം, അത് പറഞ്ഞു വരുമ്പോൾ നായ്ക്കൾക്ക് തന്നെ പല രീതിയിലുള്ള ഷാമ്പു ഉണ്ട്. ഇതിലേത് വേണം നാം ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ധാരണ നമ്മൾ എല്ലാ പെറ്റ് ഓണേഴ്സിനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഷാമ്പുകൾ പല വിധത്തിലുണ്ട്. നായ്ക്കൾക്കുള്ള ഷാമ്പുകൾ പല തരത്തിലുണ്ട്. ഓരോ പർപ്പസിനും അനുസരിച്ചുള്ള ഷാമ്പു ആണ് ഇന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ ഓരോന്നിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ നായ്ക്കൾക്കുള്ള ഷാമ്പു എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഷാമ്പു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂസ്, അതായത് നമ്മുടെ നേച്ചറിൽ നിന്നും, പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കണ്ടൻസ് അടങ്ങിയ സാധാരണ ഷാമ്പു, അതിനെയാണ് നമ്മൾ നാച്ചുറൽ ഷാമ്പു എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഹോം മെയ്ഡ് നാച്ചുറൽ ഷാമ്പു എന്ന് നമ്മൾ, ഓർ ഹെർബൽ ഷാമ്പു എന്ന് നമ്മൾ പറയുന്നത്. മിക്കവാറും ഇത്തരത്തിലുള്ള ഹെർബൽ ഷാമ്പു അല്ല നാച്ചുറൽ ഷാമ്പുവിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആലോവേര, അതുപോലെ തന്നെ നീം, വേപ്പ്, അതുപോലെ ടീ ട്രീ ഓയിൽ തുടങ്ങിയവയായിരിക്കും ഇത്തരത്തിലുള്ള നാച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരുവിധപ്പെട്ട എല്ലാ നായ്ക്കൾക്കും, നോർമൽ സ്കിന്നും നോർമൽ ഹെയർ കോട്ടുമുള്ള എല്ലാ നായ്ക്കൾക്കും ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള ഷാമ്പൂസ് ആയിരിക്കും ഏറ്റവും സ്യൂട്ട് ചെയ്യുന്നത്. ഇനി
മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഷാംപൂസ് ഉണ്ട്. അതാണ് നമ്മുടെ ആൻറ്റി ടിക് ഫ്ലീ ലൈസ് ഷാംപൂസ്. അതായത് നായയുടെ ശരീരത്തിന് പുറത്ത് കാണുന്ന എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ആയ ചെള്ള്, പേന്, മൈറ്റ്സ് തുടങ്ങിയവ പാരസൈറ്റ്സിനെതിരെയുള്ള ഷാംപൂ. അത് ആ രീതിയിൽ ഇത്തരത്തിലുള്ള പാരസൈറ്റ്സിനെ നശിപ്പിക്കുന്നതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ആൻറ്റി ടിക്സ്, ആൻറ്റി ഫ്ലീസ്, ആൻറ്റി ലൈസ് തുടങ്ങിയ ഷാംപൂസാണ് ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത്. 1-2 ഉദാഹരണങ്ങൾ പല കമ്പനികളും മാർക്കറ്റിൽ പല പേരിൽ ഈ പ്രോഡക്ട്സ്, ഈ ഷാംപൂസ് ലഭ്യമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഷാംപൂ നമുക്ക് എറീന ഇ പി എന്ന് പറയുമ്പോൾ എക്ടോ പാരസിറ്റിസൈഡൽ, അതായത് ടിക്സ് ആൻഡ് ഫ്ലീസ് അതുപോലുള്ള എക്ടോ പാരസൈറ്റ്സിനെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ഷാംപൂ ആണ് എറീന ഇ പി. ഇത് ഇതേപോലെ തന്നെ നമുക്ക് ഈ വെറും പ്ലെയിൻ എറീന ഉണ്ട്. അത് അതിനകത്ത് ഒരു ഹെർബൽ ഷാംപൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹെർബൽ ഷാംപൂ ആയി എറീനയും നമ്മുടെ എക്ടോ പാരസിറ്റിസിഡൽ ഷാംപൂ അല്ലെങ്കിൽ ആൻറ്റി ടിക്സ് ഫ്ലീസ് ഷാംപൂ ആയിട്ട് നമുക്ക് എറീന ഇ പി, ക്ലിനാർ എം ഷാംപൂ, എം ഫോർ മൈറ്റ്സ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്റ്റേണൽ പാരസൈറ്റ്സിനുള്ള ഷാംപൂസ് ധാരാളം ഇന്ന് പല കമ്പനികളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റൊരു ഷാംപൂ ആണ് ഹൈപ്പോ അലോജനിക് ഷാംപൂ എന്ന് പറയുന്നത്. ഇത് ചില ഡോഗ്സിൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, പല ഫാക്ടേഴ്സിനും അത് അലർജിക്കും ആയിരിക്കും. അപ്പോൾ ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ള ഡോഗ്സിന് വേണ്ടി ഹൈപ്പോ അലോജനിക് ഷാംപൂസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഷാംപൂ എന്ന് നമ്മൾ പറയുന്നത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഷാംപൂ. ഇത് സ്കിന്നിലുണ്ടാവുന്ന പല രോഗങ്ങൾ, അതായത് ഫ്ലേക്സ്, ഇച്ചി, അതായത് ചൊറിച്ചിൽ, അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങൾ, ഈ മീനിൻ്റെയൊക്കെ ശൽക്കങ്ങൾ പോലെയുള്ള സ്കെയിൽസ് പോലുള്ള സ്കിന്നൊക്കെയുള്ള ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെയുള്ള നായ്ക്കൾക്കാണ് ഇത്തരത്തിലുള്ള ആൻറ്റി ഡാൻഡ്രഫ് അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ഷാംപൂ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ കീറ്റോക്ലോറമൈക്കോണസോൾ തുടങ്ങിയ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള കീറ്റോകോണസോൾ ഷാംപൂ അല്ലെങ്കിൽ കീറ്റോക്ലോർ ഷാംപൂ ഒക്കെ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇനി അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ഷാംപൂ എന്ന് പറയുന്നത് പപ്പി ഷാംപൂ ആണ്. പപ്പി ഷാംപൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പപ്പീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവാണ്. അവർക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. അവരുടെ ഇയേഴ്സ്, അതുപോലെ തന്നെ അവർ ഐസ്, ഇതിലൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പാവം നായക്കുട്ടികൾക്ക് അത് വളരെ ദോഷകരമായി വരും. സോ ഇവർക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പപ്പി ഷാംപൂസ് എസ്പെഷ്യലി അതെല്ലാം ടിയർലെസ് ആയിരിക്കും. അതായത് കണ്ണിൽ വീണാൽ കണ്ണ് നീറാത്ത നമുക്കറിയാം നമ്മുടെ ബേബി ഷാംപൂസ് എല്ലാം തന്നെ ടിയർലെസ് ആണ്. അതുപോലെ പപ്പി ഷാംപൂസ്, ടിയർലെസ് ആയിട്ടുള്ള പപ്പി ഷാംപൂസും അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു തരം ഷാംപൂ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഷോസിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രീഡ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ഷാംപൂ ആണ്. അത് ഡിയോഡറൈസിങ് ഷാംപൂ അല്ലെങ്കിൽ വൈറ്റനിങ് ഷാംപൂ എന്ന് പറയും. അതായത് കോട്ട് കളർ നല്ല നിറമുണ്ടാവാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബാഡ് സ്മെല്ല് ഈ ഡോഗിൻ്റെ ദേഹത്ത് നിന്നുണ്ടെങ്കിൽ ഷോസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു പോയിൻ്റാണ്. സോ അങ്ങനെയുള്ള ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിയോഡറൈസിങ് ഷാംപൂ അല്ലെങ്കിൽ വൈറ്റനിങ് ഷാംപൂസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് ഷാംപൂ ആയാലും നമ്മൾ അതൊരു വെറ്റിനറിയൻ്റെ ഒരു അഡ്വൈസോട് കൂടി ചെയ്ത്, എസ്പെഷ്യലി സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ ഒരു അഡ്വൈസ് തേടിയിട്ട് അതിനനുസൃതമായ ഒരു ഷാംപൂ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ലതുപോലെ വെള്ളമൊഴിച്ച് നായയുടെ ശരീരത്തിൽ നിന്നും ആ ഷാംപൂവിൻ്റെ അംശം പൂർണ്ണമായും നമ്മൾ കഴുകി കളയാൻ പ്രത്യേകം ഓർക്കണം. കാരണം ചിലപ്പോൾ ഈ ഷാംപൂവിൻ്റെ അംശം നിന്നാൽ അത് അതിൻ്റെ ചർമ്മത്തിന് ദോഷകരമായി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഷാംപൂ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, മാസത്തിൽ 2 തവണ നമുക്ക് കുളിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഈ പെറ്റിനെ നമ്മൾ തീർച്ചയായിട്ടും ബ്രഷ് ചെയ്യണം. ഇങ്ങനെ ബ്രഷ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആനിമലിനല്ലേ, നമ്മുടെ പെറ്റ് ഡോഗിന് നല്ല തിളക്കമുള്ള നല്ലൊരു ഹെയർ കട്ട് ഉണ്ടാവുകയുള്ളൂ. ആളെ കാണാൻ നല്ല ചന്തം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കെയറും നമ്മുടെ പെറ്റിന് കൊടുത്തിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിഷയമായി ഞാൻ നിങ്ങളെ സമീപിക്കുന്നതാണ്.